അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ വീടായിട്ട് ഒരുപാട് വട്ടം ചർച്ച ചെയ്ത വിഷയമാണ് കിച്ചൺ. എന്നാലും കിച്ചൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ, ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകുന്നതും കിച്ചൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ നമ്മൾ കിച്ചൻ്റെ കാര്യം കൂടി ഒന്നുകൂടി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുക്കള ചെയ്യുമ്പോൾ ഇപ്പോൾ വീടിൻ്റെ ഒരു ഹൃദയഭാഗമാണ് അടുക്കള. നിങ്ങളുടെ വീട്ടിൽ ഒരടുപ്പുണ്ടായിരിക്കുക, ആട്ടുകല്ലുണ്ടായിരിക്കുക, അതൊക്കെ സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെ അടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ അടുക്കളയാണ്. അതായത് വീട് നമ്മൾ കിച്ചൺ, അതായത് എവിടെയാണോ നമ്മൾ അടുപ്പ് വെച്ച് ഉപയോഗിക്കുന്ന സ്ഥലം അതാണ് കിച്ചൺ. ഈ അടുപ്പിൻ്റെ നിർവചനത്തിൽ നമുക്ക് വിറക് കത്തിക്കുന്ന അടുപ്പ്, നമ്മളിപ്പോൾ ചില വീട്ടിലൊക്കെ പോകുമ്പോൾ വെറുതെ വിറക് കത്തിക്കുന്ന ഒരു അടുപ്പുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരാളുകളെ കാണാം. അപ്പം അതിൽ കാര്യമൊന്നുമില്ല. ആ ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മൾ എന്താണ് ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതാണ് നമ്മുടെ അടുപ്പ്. അതിലിപ്പോൾ നമ്മളൊരു കുക്കിംഗ് റേഞ്ച് ആയാലും ശരി, ഗ്യാസ് അടുപ്പായാലും ശരി, കറണ്ടിൻ്റെ അടുപ്പായാലും ശരി, എയർ ഫ്രയർ ആയാലും ശരി, എന്ത് സാധനമായാലും ശരി. അപ്പോൾ അത് നമ്മൾ വെക്കുന്ന സ്ഥലത്തിന് നമുക്ക് അടുക്കള എന്ന് പറയാം, അതിനെ നമുക്ക് അടുപ്പ് എന്നും പറയാം. അതിലാണ് നമ്മൾ പാചകം ചെയ്യുക എന്നുള്ള കാര്യത്താണ് സുന്നത്ത്. ഒരു വീട്ടിൽ നിന്ന് പാചകം ചെയ്ത് പരസ്പരം എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുക, ഭക്ഷണം കഴിക്കുക, അതിനാണ് നമുക്ക് സുന്നത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ അടുക്കളയുടെ കാര്യത്തിൽ പല ആളുകൾക്കും സംശയമുണ്ട്. ഈ അടുക്കളനെ പരിഗണിക്കുക എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു വീട് വടക്ക് കിഴക്ക്, അതായത് കിണർ, അപ്പോൾ അടുക്കള എന്ന് പറയുമ്പോൾ ബാക്ക് സൈഡ് ആയിരിക്കും സാധാരണ ഒരു ഉപയോഗിക്കാൻ നമുക്കൊരു വർക്ക് ഏരിയ പോലത്തെ ഒരു സൈഡ് വേണം. ഇത് ഒരു നമ്മളൊരു ബാക്ക് യാർഡ് ഉണ്ടാവും, നമുക്ക് അവിടേക്ക് ഇറങ്ങും, സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബാക്ക് യാർഡ്. അപ്പോൾ സാധാരണ ഇതിൽ അത് ബാക്കിലോ സൈഡിലോ ഒക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു ബാക്ക് യാർഡോട് കൂടിയിട്ടാണ് നമുക്കൊരു കിച്ചൺ കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഫ്രണ്ടിലേക്ക് പറ്റില്ല. നമുക്ക് ഇനി ഫ്രണ്ടിലാണ് നമ്മളെ കിച്ചൺ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ യൂസ് ചെയ്യാനുള്ളൊരു ബാക്ക് യാർഡും കൂടി നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അവിടെ നമുക്ക് ഇപ്പം ശരാശരി സർക്കാരിൻ്റെ നിയമപ്രകാരം, ഇപ്പോൾ ചുരുക്കിയ നിയമപ്രകാരം ബാക്ക് യാർഡ് 2 മീറ്ററെങ്കിലും ഉണ്ടായിരിക്കണം. അത് ഫ്രണ്ട് ബാക്ക് അങ്ങനെയൊന്നുമല്ല, ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ ഉപയോഗിക്കുന്ന 2 മീറ്റർ ഉണ്ടായിരിക്കണം. ബാക്കിയൊക്കെ സൈഡ് ഇപ്പോൾ ഫ്രണ്ട് 3 മീറ്ററും ഓരോ സൈഡ് ഓരോ മീറ്റർ ആണെങ്കിലും ബാക്ക് യാർഡ് 2 മീറ്റർ, 1.5 മീറ്റർ, അങ്ങനെ പല അളവുകളുണ്ട്. അങ്ങനെ ഉണ്ടായിരിക്കണം എന്നാണ് സർക്കാരിൻ്റെ നിയമം. പക്ഷെ അങ്ങനെയല്ല. നമുക്കൊരു വീട് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു സ്ഥലം നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിൽ കിച്ചൺ എങ്ങനെ ചെയ്യും, നമ്മളെ വീട്ടിലേക്ക് എങ്ങനെയാണ് നമ്മളെ ഭാര്യയ്ക്ക്, ഇപ്പോൾ നമ്മൾ ഭാര്യനെ കാണിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളതിൽ കിച്ചൺ പ്ലാൻ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ടേജ് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിൽ കിച്ചണാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഫ്രണ്ടേജ് നമുക്ക് എങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ കിച്ചൺ ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സാധാരണ ഇതിൽ നമ്മളൊരു ബാക്ക് യാർഡിന് സ്ഥലം കണ്ടെത്തണം. അതിന് പറ്റിയൊരു ഏരിയ ആയിരിക്കണം വേണ്ടത്. അതേപോലെ അവിടെ കിണറുണ്ടാവും. അപ്പോൾ കിണർ ഇപ്പോൾ സാധാരണ ഇതിൽ വരികയാണെങ്കിൽ വടക്ക് വശമായിരിക്കും വീടിൻ്റെ കിണർ വരിക. അപ്പോൾ ആ വടക്ക് വശത്തേക്ക് കിച്ചൺ, അപ്പോൾ അതിൽ വടക്ക് കിഴക്ക്. അപ്പോൾ വടക്ക് കിഴക്ക് ഒരു കിച്ചൺ, ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു പറമ്പ് അല്ലെങ്കിൽ നമ്മളൊരു വീട് എടുക്കാൻ പോകുമ്പോൾ നമുക്കതിൽ പരിഗണിക്കാവുന്ന ഏറ്റവും ബെറ്റർ സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് കിഴക്കാണ്. ഇനി നമ്മൾ രണ്ടാമത് വടക്ക് കിഴക്കിൽ പറ്റില്ലെങ്കിൽ നമ്മളതിൻ്റെ വടക്ക് പടിഞ്ഞാറ് നമുക്ക് പരിഗണിക്കാം. ഇനി വടക്ക് പടിഞ്ഞാറ് നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് പരിഗണിക്കാം. ഈ തെക്ക് കിഴക്ക് പരിഗണിക്കുമ്പോൾ ഒരു വിഷയം എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ വടക്ക് കിഴക്കോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറോ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ വടക്ക് കിഴക്കിലാണ് നമ്മൾ കിച്ചൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിനോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ വിട്ടിട്ടോ ഇപ്പോൾ അതിൻ്റെ കിഴക്ക് വശമാണെങ്കിൽ വീടിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് പിന്നീട് വിറക് പുര അല്ലെങ്കിൽ കൂട്ടിയെടുക്കുന്ന പോലത്തെ കിച്ചന്, എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയിപ്പോൾ പുറത്തൊരു വരാന്തമാണെങ്കിൽ അതൊക്കെ എക്സ്ട്രാ ആയിട്ട് കൂട്ടിയെടുക്കാൻ പറ്റും. അത് വടക്ക് പടിഞ്ഞാറിലാണെങ്കിലും വടക്ക് വശത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും സ്ഥലം ഉണ്ടെങ്കിൽ. നേരെ മറിച്ച് നമ്മൾ തെക്ക് കിഴക്കാണ് നമ്മൾ കിച്ചൺ വരുന്നതെന്നുണ്ടെങ്കിൽ അത് പിന്നീട് കൂട്ടിയെടുക്കുന്ന ഒരു പരിപാടി പറ്റില്ല. അപ്പോൾ തെക്കിലേക്കും കൂട്ടാൻ പറ്റില്ല, കിഴക്കിലേക്കും കൂട്ടാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, തെക്ക് കിഴക്കാണ് നമ്മൾ കിച്ചൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്കിൽ തന്നെ സാക്ഷാലിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് ഇനി ഒരു അടുപ്പ് ഇറക്കി കിട്ടുന്ന ഒരു അടുപ്പ് അല്ലെങ്കിൽ ഒരു വരാന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ട് സാക്ഷാലിൽ പെടുന്ന രീതിയിൽ തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വടക്ക് കിഴക്കിലോ വടക്ക് പടിഞ്ഞാറിലോ തെക്ക് കിഴക്കിലോ ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓരോന്നും ഓരോ സ്ഥലത്ത് വരുമ്പം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ പരിഗണിക്കണം അതും കൂടി അതിൽ പരിഗണിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കിച്ചണിൽ ഒരു സിങ്ക് ഉണ്ടാക്കുന്ന സമയത്ത്
അപ്പോൾ അല്ലെങ്കിൽ ഒരു ബാത്റൂം ഉണ്ടാക്കുന്ന സമയത്ത് കിച്ചണിൽ അപ്പോൾ നമ്മൾ അതിലേക്കുള്ള ഡോറ് ഏത് ഭാഗത്തു നിന്നുള്ള നമ്മൾ പരിഗണിക്കൂലേ, അതേപോലെ തന്നെ ഒരു കിച്ചൺ ചെയ്യുമ്പോൾ അതിൽ സിങ്ക് എങ്ങനെ വെക്കും, അടുപ്പ് എങ്ങനെ വെക്കും, അല്ലെങ്കിൽ അതിൻ്റെ പൈപ്പ് എങ്ങനെ കൊണ്ടുപോകും, ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ കറക്റ്റ് പരിഗണിച്ച് നമ്മൾ ഇപ്പോൾ കുഴി നമ്മൾ വേസ്റ്റ് ഡ്രെയിനേജ് നമ്മൾ പിറ്റ് എവിടെ ഉണ്ടാക്കുന്നത് അതും കൂടി നമ്മൾ പരിഗണിച്ച് അതിലേക്ക് പൈപ്പ് പോകാൻ എളുപ്പമുള്ള രീതിയിൽ നമ്മൾ കിച്ചൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് സിറ്റ് ഔട്ട് പരിഗണിക്കുന്നതിനേക്കാളും പ്രധാനമായിട്ട് കിച്ചനാണ് പരിഗണിക്കേണ്ടത്. ഞാൻ കണ്ണൂർ ഇപ്പോൾ ഒരു സ്ഥലം നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവരുടെ ഫ്രണ്ടേജ് വടക്കോട്ടാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിക്കാണെങ്കിൽ വടക്ക് കിഴക്കും ചെയ്യുകയാണെങ്കിൽ മുൻവശത്താണ് വരിക, വടക്ക് പടിഞ്ഞാറിൽ ചെയ്യുകയാണെങ്കിലും അവർക്ക് മുൻവശത്താണ് ചെയ്യുക. അപ്പോൾ ഈ മുൻവശത്ത് കിച്ചൺ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചില ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് പ്ലാൻ അങ്ങോട്ട് കാണുമ്പോൾ സിറ്റ് ഔട്ട് കിച്ചൺ അടുത്തടുത്ത് കാണുമ്പോൾ ഇത് കിച്ചൺ മുന്നേ തന്നെ ആയല്ലോ, കിച്ചണിൽ സിറ്റ് ഔട്ടിൽ ഉപയോഗിക്കാൻ പ്രശ്നം ഉണ്ടാവും. അങ്ങനെയൊന്നുമല്ല. കിച്ചൺ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ഉള്ളിലൂടെ കയറി ഇങ്ങനെ ലിവിങ്ങിലും ഹാളിലൊക്കെ കയറി പോയിട്ട് തന്നെ കിച്ചണിലേക്ക് എത്തുള്ളൂ. നമ്മൾ നേരെ ബാക്കിൽ ചെയ്യുന്ന കിച്ചണും ഈ ചെയ്യുന്ന കിച്ചണും നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഉപയോഗിക്കുമ്പോൾ ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ പുറത്ത് കാണുമ്പോൾ നമുക്ക് കിച്ചൻ്റെ ആക്സസിബിലിറ്റി കിച്ചൻ്റെ ജനൽ ചിലപ്പം ഇവിടുന്ന് കാണും, സിറ്റ് ഔട്ടിൽ നിന്ന് കാണുമെന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് അതൊക്കെ രസകരമായിട്ടല്ല നമ്മൾ കിച്ചൺ ചെയ്യുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, അപ്പോൾ അവർക്ക് വടക്ക് കിഴക്ക്, അപ്പോൾ അവർക്ക് ഫ്രണ്ടിലാണ് കിണർ വരാൻ സാധ്യത ഉള്ളത്. അപ്പോൾ വടക്ക് കിഴക്കിലും വടക്ക് പടിഞ്ഞാറിലെ കിച്ചൺ. ഇനി അവർക്ക് ബാക്കോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്കിൽ കൊണ്ടുപോകണം. ഈ തെക്ക് കിഴക്കിൽ അവർ കൊണ്ടുപോകുമ്പോൾ അവർക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് ഒന്നും കൂട്ടിയെടുക്കാനൊന്നും പറ്റില്ല. അത് സാക്ഷാലിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതെന്ന് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആ കിച്ചൺ എങ്ങനെയാണോ അവർ പ്ലാൻ ആക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ബാക്കി കാര്യങ്ങളും കൂടി അതിൽ പരിഗണിക്കുക. അപ്പോൾ ഒരു ആർക്കിടെക്റ്റിനോട് നമ്മൾ സംസാരിച്ച് അവരൊരു ഡ്രാഫ്റ്റ് തന്നു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച്, അല്ലെങ്കിൽ പിന്നെ ഇപ്പം നമ്മൾ തന്നെ പ്ലാൻ വരയ്ക്കുന്നതാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ഡ്രാഫ്റ്റ് ആക്കിയതിന് ശേഷം പിന്നീടാണ് ബാക്കി കാര്യങ്ങളും കൂടി പരിഗണിച്ചിട്ട് ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മൾ കിച്ചൺ ചെയ്യുമ്പം നമ്മളെ സ്ഥലത്തിനനുസരിച്ച് നമുക്ക് ഏറ്റവും അക്സസിബിലിറ്റി നമ്മളെ കാര്യങ്ങൾ എന്തൊക്കെയാണോ നമുക്ക് നോക്കേണ്ടത്. ഇപ്പം കോർട്ട്യാർഡിൽ നിന്ന് കാഴ്ച ഉണ്ടാവണമെന്ന് ചില ആളുകൾ പറയും. ഇപ്പോൾ ഓപ്പൺ കിച്ചൺ, ഇപ്പം എൻ്റെ വീട്ടിൽ നടുക്കാണ് നമ്മൾ കിച്ചൺ ചെയ്തിട്ടുള്ളത്, ഓപ്പൺ കിച്ചൺ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ബാക്ക് യാർഡ് എന്നുള്ളൊരു സിസ്റ്റം അല്ല, നമ്മളൊരു സൈഡ് യാർഡ് പോലെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു ഭാഗത്ത് കോർട്ട്യാർഡും ഒരു ഭാഗത്ത് വേറൊരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണോ വേണ്ടത് ആ രീതിക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ നമ്മൾ ഈ പരിഗണിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ അതിൻ്റെ സ്ഥാനം വടക്ക് കിഴക്ക്, അപ്പോൾ നമ്മൾ വീടിൻ്റെ മുൻവശം എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ വീടിൻ്റെ ദിശക്കനുസരിച്ച് അത് ചെയ്യാം. പക്ഷെ അത് പരിഗണിച്ച് അതിൽ വടക്ക് കിഴക്കാണെങ്കിലും തെക്ക് കിഴക്കാണെങ്കിലും എവിടെ ആണെങ്കിലും നമ്മൾ ഒരു സ്ഥലം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷമാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ പരിഗണിക്കുക. ഇപ്പോൾ വടക്ക് കിഴക്ക് തന്നെ കിച്ചൺ ചെയ്യുകയാണെങ്കിൽ ചില ഭാഗത്തേക്ക് ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളൊരു കിച്ചൺ എക്സ്ട്രാ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൂട്ടിയെടുക്കാൻ പറ്റാത്ത ചില ഉണ്ടാവും. ഇപ്പോൾ വടക്ക് കിഴക്കേണ്ട തന്നെ വടക്ക് ഭാഗം ചിലപ്പോൾ നമ്മൾ കൂട്ടിയെടുക്കേണ്ടെന്ന് പറയും. ചിലപ്പം ഇനിയിപ്പോൾ അഥവാ കൂട്ടിയെടുക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് താഴ്ത്തിയിട്ടായിരിക്കും നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ചില ഇതിനൊക്കെ ഇപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ വടക്ക് കിഴക്കിൽ വരികയാണെങ്കിൽ അവിടെ പരിഗണിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. തെക്ക് കിഴക്കിൽ വരുന്ന സമയത്ത് അവിടെ പരിഗണിക്കേണ്ട ഒരു പ്രശ്നം കുറച്ച് കാര്യങ്ങളുണ്ടാവും. വടക്ക് കിഴക്കിൽ വരികയാണെങ്കിൽ അവിടെ പരിഗണിക്കേണ്ട ഒരു കുറച്ച് വിഷയങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ ഭാഗത്ത് വരുമ്പോഴും അവിടെ എന്തൊക്കെ പരിഗണിക്കണോ അത് പരിഗണിച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. അപ്പോൾ ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മളൊരു വീട് എടുക്കുമ്പോൾ കിഴക്ക് വടക്കാണ്. അപ്പോൾ നമ്മളൊരു സ്ഥലം എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കിഴക്ക് വടക്കിൽ ഇവിടെ വീട് കിച്ചൺ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും, നമുക്ക് ബാക്ക് യാർഡ് ഉണ്ടാവുമോ അതൊക്കെ പരിഗണിച്ച് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും നോക്കില്ല, നമുക്കൊരു സ്ഥലം കിട്ടി, ആ സ്ഥലം കിട്ടിയതിന് ശേഷം ഇപ്പോൾ നമ്മളെ പോലത്തെ ഒരാൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്ന് നോക്കുകയാണെങ്കിൽ അവർ ഏത് ഭാഗത്താണ് ബെറ്റർ പറയുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പം ഒരു ഭാഗം ഇപ്പോൾ വടക്ക് കേൾക്കാണ് നമുക്ക് ബെറ്റർ തോന്നിക്കഴിഞ്ഞാൽ അതിലെന്തൊക്കെ പരിഗണിക്കണോ അത് പരിഗണിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഭക്ഷണം പാചകം ചെയ്യുക, കഴിക്കുക, വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക, അതൊരു നമ്മളെ ദൈനംദിന ജീവിതത്തിലൊരു ഭാഗമാണ്. അപ്പം അതൊക്കെ എളുപ്പമാകുന്ന രീതിയിൽ അള്ളാഹു നമുക്ക് കാര്യങ്ങൾ ആക്കിത്തരട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, പറ്റുമെങ്കിൽ ഒരയപ്പും കൂടി ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.